പരിപാടി പരിപാടിയിൽ വന്നത് എന്റെ ഗൾഫിൽ എന്റെ ഖത്തറിന്നൊരു കൂട്ടുകാരൻ വന്നു. അവനാണെങ്കിൽ എന്റെ ഒരു വേറൊരു ഫ്രണ്ട് അവിടെ ഭയങ്കര അടിയാണല്ലോ. വേറൊരു ഫ്രണ്ട് ഇല്ലേ, അവനുമായിട്ട് അവൻ വരാൻ പറ്റിയില്ല. അവനാണെങ്കിൽ നേരെ അവനൊരു സ്ഥലം വരെ പോയിട്ട് ട്രിപ്പിന് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറയാം. അവിടെ ആകുമ്പോ അടിയൊന്നും അവിടെ തിരിച്ചു പോയപ്പോ അടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും ബൈക്കിൽ നമുക്ക് പോയാൽ മതി. പക്ഷേ അവന്റെ ആണെങ്കിൽ ഇച്ചിരി ഫാമിലിയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാറേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞു പാട്ടപ്പെട്ട നമുക്ക് പറഞ്ഞു നമുക്ക് ഇവിടെ കുറച്ചുകൂടെ പാർക്ക് കിട്ടാം കേട്ടോ. നമുക്ക് ഡിഫൻഡർ എടുക്കാം. അത് ഈ ബാക്കില് വേണമെങ്കിൽ ഇരിക്കാനും പറ്റും. അയ്യോ ഗൈസ്, പാളി ഗൈസ്. നമുക്ക് നമ്മളെ വണ്ടി വെച്ച് സൈഡിക്കുന്നുണ്ട്. അയ്യോ അതും പാളി. നമുക്ക് ഇങ്ങനെ പറ്റണം. ഈ വണ്ടി ഒരു ഇറക്കത്തെ കൊണ്ടിടാം, ഇവിടെ ഇടാം. ഹലോ ഇപ്പോഴേക്കും ബഗ് നമുക്ക് നമ്മുടെ കാർ എടുക്കണം. അവിടെ മൊത്തം എനിക്ക് വണ്ടി അതെന്താ ബഗ് നമുക്ക് വണ്ടിയുടെ കൂടെ ബ്ലോ എടുക്കണം. ഈ വല്ലാത്ത ബഗ് കഴിച്ചു. ഈ ബഗ്ഗിനെ കൊണ്ട് സഹിക്കാനും പറ്റൂല. അതുകൊണ്ട് ഇപ്പോഴാണ് ബഗ് വന്ന് വെട്ടിച്ച് ബഗ് പറഞ്ഞ അയ്യോ ഇത് എന്തൊക്കെ ബഗ് കഴിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഗെയിമിനാണെങ്കിലും പല പല ബഗ്ഗുകൾ വരും. അയ്യോ ഞാൻ വണ്ടി തന്നെ ബ്ലാക്ക് ആക്കണം. ഇവിടെ ഫുൾ ബ്ലാക്ക് ആക്കണം. ഇവിടെ ബ്ലാക്ക് ഇത് എടുക്കുന്ന നേരം പോവാം. ഒന്നുമില്ല. നമുക്കൊരു പട്ട പണ്ടേക്കുണ്ട്.
ശാപത്തില് നമുക്കൊരു മുറ്റടിയാൻ പോകും. പാടി കാട്ടി കാട്ടി അവർക്ക് പട്ടണം കാലൂടെ അവിടെ സീനാണോ വാണിമതിയാണ് വാണി പറഞ്ഞ അവൾ പാട്ട പഠിക്കും. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു. ഈ നമ്മുടെ ഫെറാറി സ്പോൺസർ ഇങ്ങനത്തെ ബഗ്ഗിനെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഗായ്സ്. ഇങ്ങനത്തെ ബഗ്ഗ് എനിക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടിയെല്ലാം സ്പോണാക്കിയിട്ട് നമുക്കിനെ പോണം. അല്ലെങ്കിൽ അവൻ കൊണ്ട് അവനാണെങ്കിൽ വേറെ വണ്ടി ഉണ്ട്, ടാക്സി ഉണ്ട്, അവനാണെങ്കിൽ വേറെ കൂട്ടുകാരെ വെക്കുക. അത് പറയും ഓ നീയൊക്കെ നമ്മളെ വെട്ടിയല്ലേടാ പോട്ടെ, എനിക്ക് വേറെ കൂട്ടുകാരുണ്ടല്ലോ. അവനങ്ങനെ പറഞ്ഞു അവന് പട്ടനായി ഒരുത്തം വന്നില്ലെങ്കിൽ അപ്പൊ തന്നെ അവൻ തോട്ടായി. എന്റെ ഇത് കാരണം ഞാൻ തോന്നുന്നുണ്ട് ബഗ് കാരണം മൊത്തം ഞാനില്ല ബഗ്ഗാണ് വലിയ ബഗ്ഗുകൊണ്ട് വരും. ഉമ്മാടിക്ക് വേറെ ബഗ്ഗിനാണ് കളി കൊടുത്തിരുന്നില്ല. റീസ്റ്റാർട്ട് ബഗ്ഗും വരും. നമുക്ക് അതിന്റെ ക്ലോസ് ചെയ്യിക്കാം. നമ്മുടെ വണ്ടി നമ്മൾ നമ്മുടെ പറ്റിയാണ് നമ്മളെ ഡിയങ്കു വേണം. അപ്പൊ നിങ്ങൾക്ക് പറ്റും നമ്മൾ കൊള്ളങ്ങി ക്ലോസ് ചെയ്യുക. നമ്മുടെ നമ്മൾ സ്റ്റിയറിംഗ് ഉണ്ട് ഗായ്സ്, ഒരു ബെഞ്ച് കാറിലല്ല ഗായ്സ്, ഒരു എപ്പോഴാട്ട് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് സെൻസറുണ്ട്. മിററിൽ 2 സെൻസർ വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിലും കുറേ സെൻസർ സ്റ്റോക്ക് മാറ്റിയിട്ട് പുതിയ സെൻസറോ പക്ക മൊത്തം സെൻസർ പൊളിയായി. നമ്മളെ സെൻസറൊക്കെ പൊളിയാ പറയാം. ഇതിന്റെയും നമ്മുടെ സ്കോർപ്പിയോ എടുക്കാം, ബ്ലാക്ക് കളറിലാണ്. ഇനി ബഗ്ഗൊന്നും ഞാൻ വരുത്തിട്ടുണ്ട്. നമ്മളെ ആള് കണ്ട നോക്കി കറക്റ്റായിട്ട് കണ്ട സ്കോർപ്പിയോ നമുക്ക് ഡിഫൻഡർ ഉണ്ട്. സ്കോർപ്പിയോ വേണ്ട, ഡിഫൻഡറാണ് കൂടുതൽ. അല്ലെ ഡിഫൻഡർ കുറവാണ് ഡിഫൻഡർ. അപ്പൊ നമുക്ക് ഡിഫൻഡർ എടുക്കാം. ഇനി ലെജൻഡർ സ്കോർ ചെയ്യാം. ലെജൻഡറും നമുക്ക് ഡിഫൻഡർ പിന്നെ ലെജൻഡറും R5 കൊണ്ടുപോട്ടോ. വണ്ടിയുടെ വണ്ടി പാർക്കില്ല.
നേരെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് നമ്മുടെ തട്ടി ഈ സെക്ഷനില് ഒക്കെ ചോക്കാം ഇത് നമ്മളെ വരവും മതി സെൻസർ ആ ബെഞ്ചിലാണ് നമ്മളങ്ങനെ അലവ് പറയട്ടെ. നമ്മളിപ്പോ ഒരു കാലം നിൽക്കാം അപ്പൊ തന്നെ പണ്ടം